പരിപാടിക്ക് വന്നവരാരുണ്ടോ, ഇവിടെ സഹായങ്ങൾ നൽകിയവരാരുണ്ടോ, നേർച്ച കൊടുത്തവരാരുണ്ടോ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി പ്രവർത്തകരും ഇവിടെ ഈ ദർഗാ കമ്മിറ്റിയും വളണ്ടിയർമാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ പരിസരങ്ങളിലൊക്കെയുമുള്ള മഹല്ലുകളിലും പള്ളികളിലുമൊക്കെയുള്ള ഈ ഉറൂസുമായി സഹകരിക്കുന്ന ജനങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൻ കീഴിൽ ഈ മഹത്തായ ദർഗയും പള്ളിയും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും സഹകരിക്കുന്നവരുമായ എല്ലാ ജനങ്ങൾക്കും, ഇതിനപ്പുറം ഇതിന്റെ പരിസരങ്ങളിൽ ഇവിടെ വന്നവർക്കും, ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും, വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും റബ്ബേ നീ സർവ്വ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ നന്മയായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ കാല് ഒരടി നടക്കാൻ കഴിയാത്ത വേദന കൊണ്ട് കിടക്കുകയാണെന്ന് അബ്ദുൽ ഖാദിർ ഹാജി വിളിച്ചു പറഞ്ഞു. നീ റബ്ബേ അദ്ദേഹം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായി സുഖപ്പെടുത്തി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഹജ്ജ് ഉദ്ദേശിച്ച് പോയവരുണ്ട്, പോകുന്നവരുണ്ട്, നീ അവർക്കെല്ലാം അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ജീവിതത്തിൽ പലതവണ അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ട ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഖൈറായ നിലക്ക് നീ അത് സാധിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, സുഖമില്ലാത്ത പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നു ദുആ ചെയ്യാനും പറഞ്ഞവരുണ്ട്. ആരെന്ത് അസുഖമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആർക്ക് എവിടെ എന്ത് കുടുക്കുകളുണ്ടോ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏത് കേസുകളുണ്ടോ നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ മതക്കാരുമായും സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമായി മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളെ ജവാന്മാർക്കും പട്ടാളക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹ്, ലോകത്തുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ സമാധാനത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അതുവരെ നിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്. സുൽത്താനുൽ ഉലമക്കും റഈസുൽ ഉലമക്കും മുഹയ്യിസുന്നക്കും റബ്ബേ താജുൽ മുഹഖി കോട്ടൂർ ഉസ്താദിനും ഞങ്ങളെ കുമ്പോൾ തങ്ങൾ, അലിബാബക്കത്തുകൾ, സയ്യിദ് ഖലീൽ തങ്ങൾ തുടങ്ങിയ എല്ലാ സയ്യിദന്മാർക്കും ഈ പരിപാടിയിൽ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ സയ്യിദന്മാർക്കും, ആലിമീങ്ങൾക്കും, മുഅ്മിനീങ്ങൾക്കും, എല്ലാ സ്ത്രീകൾക്കും, പുരുഷന്മാർക്കും, കുട്ടികൾക്കും, യുവാക്കൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب. ഒരാളും എഴുന്നേൽക്കരുത്, എല്ലാവരും അവിടെ ഇരിക്കണം. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കണം. നല്ല ചെറുപ്പക്കാരായ നമ്മുടെ കളസയെ പോലെ യുവാക്കൾ പ്രസംഗിക്കണം, അവർ വഅദ് പറയണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ എഴുന്നേറ്റുമ്പോൾ ഒരൊറ്റ കൂട്ടി എണീക്കരുത്, അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തലാണ്. അവിടെ എല്ലാവരും അവിടെ ഇരുന്ന് വഅദൊക്കെ കേട്ടിട്ട് എല്ലാം കഴിഞ്ഞു വേർന്നിട്ട് പോയാൽ മതി. എനിക്ക് ട്രെയിനിന് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രസംഗിച്ചത്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇതെന്താണ് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം അലങ്കരിക്കാൻ ജഗന്യാന്താവായ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 അഭിവാദ്യങ്ങൾ. അടുത്തതായി നമ്മോട് പ്രഭാഷണം നടത്തുന്നത്
പ്രസിദ്ധ പ്രാസംഗികനും യുവ പണ്ഡിതനുമായ നൗഫൽ സഖാഫി കളസ അവർകളാണ് അദ്ദേഹത്തെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കും.